ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനമന്ത്രിമാരെ, പരിപാലപ്പെട്ട വിചാരിച്ച മറ്റു വൈദികരെ, സന്യസ്തരെ, മാതാപിതാക്കളെ, ഏറ്റവും പ്രിയ കുട്ടികളെ, ഇന്ന് ഈ സായാഹ്നത്തിൽ നമ്മുടെ കർത്താവിൻ്റെ പെസഹ ആഘോഷമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി കൊണ്ടാടുകയാണല്ലോ. സ്വതന്ത്ര സഭയുടെ പുതിയ തിരുക്കർമ്മ രീതികളനുസരിച്ച് സായാഹ്ന നമസ്കാരത്തോടുകൂടിയാണ്, അല്ലെങ്കിൽ അതുകൂടെ ഉൾച്ചേർത്തുകൊണ്ടാണ് നമ്മുടെ പരിശുദ്ധ കുർബാനയും ഈ കാലുകളിൽ ശുശ്രൂഷയുമെല്ലാം നടത്തുന്നത്. ഇന്നത്തെ നമ്മളുടെ ഈ അനുസ്മരണ ശുശ്രൂഷയിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണല്ലോ നമ്മൾ ഓർക്കുന്നത്. ഒന്ന്, ഈ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത്. രണ്ട്, കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത്. ഈ രണ്ട് സുപ്രധാന കാര്യങ്ങളെക്കുറിച്ച് ഏതാനും നിമിഷങ്ങൾ തിരുവചനത്തിലൂടെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കടന്നു പോകാം. ഒന്നാമതായിട്ട് ഓശാന ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഓശാനയുടെ ആഘോഷത്തോടുകൂടെ നമ്മൾ സഭ ജെറുസലേമിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് പെസഹ പെരുന്നാളിൽ സഭ ഒന്നിച്ച് കൂടുമ്പോൾ നമ്മൾ മാളിക മുകളിലാണ്. കർത്താവ് ആദ്യം ബലിയർപ്പിച്ച മുകളിലത്തെ ആ മുറിയിലാണ്. നമ്മളുടെ സ്വന്തം വീടുകളിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് ഇവിടെ ഈ മുകളിലത്തെ മുറിയിൽ നാം എല്ലാവരും ആയിരിക്കുകയാണ്. മാളിക മുകളിലുമായി ഇന്ന് സഭ ട്യൂൺ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഇലക്ട്രിസിറ്റി കിട്ടാനായിട്ട് പ്ലഗ് കുത്താനാണല്ലോ. ഇന്ന് നമ്മൾ ഈ കത്തീഡ്രലിൽ ആയിരിക്കുമ്പോൾ മാളിക മുകളിലെ ആ വലിയ മുറിയോട് ഒരു പ്ലഗിങ് ഇൻ, അതിനോട് ചേർത്ത് അതിനോട് ട്യൂൺ ചെയ്ത് നമ്മൾ നമ്മുടെ ആത്മവിചാരങ്ങളെ പുറത്ത് കൊണ്ടുവരികയാണ്. ഈ മാളിക മുകളിൽ നിന്ന് കർത്താവ് ബലിയർപ്പിക്കുവാനായിട്ട് ഏറെ ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഉദാഹരണം തിരുവചനങ്ങളിൽ നിന്ന് വ്യക്തമാണല്ലോ. ശിഷ്യന്മാർ തന്നെ ഈശോയോട് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? കർത്താവിന്റെ മനസ്സിൽ അതുണ്ടായിരുന്നുവെന്ന് ശിഷ്യന്മാർക്ക് അറിയാമായിരുന്നു. നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ. കർത്താവ് ശിഷ്യന്മാരെ സ്വന്തം മക്കളെ പോലെ കരുതി, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കുന്നതിന് ഒരുക്കങ്ങൾ ചെയ്യുവിൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ എൻ്റെ ശിഷ്യരുമൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുദ്ധശാല എവിടെയാണ്? മറ്റൊരു തിരുവചനം, ഞാൻ ഈ പെസഹ നിങ്ങളോടുകൂടെ ഭക്ഷിക്കുവാൻ എത്രയോ ആഗ്രഹിച്ചിരുന്നു. ഈ വലിയ വിചാരങ്ങൾ കർത്താവിൻ്റെ മനസ്സിൽ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ഈ ബലിയർപ്പണത്തിന് കർത്താവ് ഈ മുകളിലത്തെ മുറി ശരിയോൻ കൂട്ടിശാല മനസ്സിൽ നേരത്തെ തന്നെ തീവ്രമായിട്ട് ആഗ്രഹിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. ബലിയർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ട് സംഭവങ്ങളും, കാല് കഴുകുന്നതും ബലിയർപ്പിക്കുന്നതും, അതിൻ്റെ ആന്തരമായ അർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്. എങ്കിലും സുവിശേഷത്തിലെ രണ്ട്
വ്യക്തമാക്കുകയാണ്. മേലങ്കി മാറ്റിയിട്ട് പാദങ്ങൾ കഴുകുന്നത് അതുകൊണ്ടാണ്. പാദങ്ങൾ കഴുകിയ ശേഷം അവൻ മേലങ്കി വീണ്ടും ധരിച്ച് ശിഷ്യരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഗുരു നാഥനുമാണ്. ആ പ്രതീകാത്മകമായ പദം തന്നെ വലിയ അർത്ഥം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പാദങ്ങൾ കഴുകി കർത്താവ് മുമ്പോട്ട് പോയപ്പോൾ പത്രോസ് കർത്താവിന് എതിര് നിൽക്കുന്നത് നാം കാണുന്നുണ്ടല്ലോ. നീ ഒരിക്കലും എൻ്റെ പാദങ്ങൾ കഴുകാൻ ഞാൻ സമ്മതിക്കുകയില്ല. പത്രോസ് എപ്പോഴും കർത്താവിനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല. കർത്താവ് പാദം കഴുകാൻ തയ്യാറായത് കാലിലെ വെറും പൊടി കഴുകി കളയാനില്ല. യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്ന ആദിത്യ മര്യാദകളും മാത്രമായിരുന്നില്ല, യഹൂദ മതത്തിൻ്റെ ഒരാചാരവും മാത്രമായിരുന്നില്ല. തൻ്റെ ശുശ്രൂഷകളോട് തൻ്റെ ശിഷ്യന്മാരെ ചേർത്ത് പിടിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് കർത്താവ് കണ്ടത് ഈ പാദം കഴുകലാണ്. മിശിഹായാൽ കഴുകപ്പെട്ട് അവനോട് ബന്ധത്തിൽ വരുമ്പോൾ മാത്രമേ ശുദ്ധിയുള്ള ശിഷ്യന്മാര് ആവുകയുള്ളൂ എന്ന് ഈശോ അവരെ പഠിപ്പിക്കുകയാണ്. കാല് കഴുകുന്ന കർത്താവ് തൻ്റെ മരണത്തെ തന്നെയാണ് വെളിപ്പെടുത്തുന്നത്. ഈ കാല് കഴുകലിലൂടെ മാത്രമേ ഈശോ വിളമ്പുന്ന അത്താഴത്തിന് യോഗ്യതയോടെ പങ്കുപറ്റാൻ സാധിക്കുകയുള്ളൂ എന്ന് ശിഷ്യന്മാരും ഇന്ന് നമ്മളും അത് തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഈ കാല് കഴുകൽ ശുശ്രൂഷയ്ക്ക് കർത്താവ് വലിയ പ്രാധാന്യം നൽകുന്നത്. ഈശോ പറഞ്ഞല്ലോ, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് ബന്ധമില്ല. നീ വെറും പുറജാതിയെ പോലെയാണ്. നീ അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് ബന്ധമില്ല. എൻ്റെ മരണോത്ഥാനത്തിൽ ബന്ധമില്ല. എൻ്റെ ശുശ്രൂഷയിൽ നിനക്ക് പങ്കില്ല. പരിശുദ്ധ വെള്ളിപ്പിതാവ് 12 പുരോഹിതന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് കഴിഞ്ഞ വർഷം പ്രസംഗിച്ചു. അവർ ഗോഡ് ഈസ് നോട്ട് എ ഡിസ്റ്റന്റ് ഗോഡ്. വളരെ അകലങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടേത്. അൺടച്ചബിൾ ഇൻ ഹിസ് ബ്ലെസ്സഡ്നെസ്. പരിശുദ്ധിയുടെ ആ നിറവില് നമുക്ക് ആർക്കും തൊടാൻ പറ്റാത്ത ഒരു ദൈവമല്ല നമ്മുടേത്. നമ്മുടെ ദൈവം ഹൃദയമുള്ളവനാണ്, മാംസളമായ ഹൃദയമുള്ളവൻ. പരിശുദ്ധ പിതാവ് കഴിഞ്ഞ വർഷം ലോകത്തിന് നൽകിയ സന്ദേശമാണ്, നമ്മുടെ ദൈവം ഹൃദയമുള്ളവനാണ്, മാംസളമായ ഹൃദയമുള്ളവൻ. ആ ദൈവം നമ്മോട് സമീപസ്ഥനാണ്. ഈ കാലഘട്ടത്തില് സഭയുടെ വലിയ ഡാക്ടർമാര് പല ആത്മീയ തലങ്ങളിൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു. പത്രോസിന്റെ പിന്നീടൊരിക്കല് ഈശോ പിതാവിനോട് സംസാരിക്കുന്ന അവസരത്തിൽ കയറി ഇടപെട്ടപ്പോൾ കർത്താവിനെ സാത്താനെ ദിയാബോലോസ് എന്ന് വിളിക്കുകയുണ്ടായി. ദിയാബോലോസ്, പിശാച്. ആ വാക്കിന്റെ അർത്ഥം ദിയാ ബലയിൽ, ഇടയിൽ തടസ്സം നിൽക്കുന്നവൻ എന്നാണ്. പിതാവായ ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ നീ തടസ്സം നിൽക്കുന്നത് കൊണ്ട് നീ പിശാചാണ്, ദിയാബോലോസാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേ അർത്ഥം തന്നെയാണ് ഇവിടെ പത്രോസ് തടസ്സം പറയുമ്പോഴും ഈശോ പറഞ്ഞത്. ഞാൻ കഴുകുന്നില്ലെങ്കിൽ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, എൻ്റെ ശുശ്രൂഷയുമായിട്ട് നിനക്ക് ബന്ധമില്ല. ഈ അടിസ്ഥാനപരമായ സ്വഭാവത്തിൽ നിന്നാണ് സഭയുടെ കാരണന്മാര് ഈ കാര്യങ്ങളിലെ ഉദാസീനമായിട്ട് ബന്ധിപ്പിച്ചത്.
പരിശുദ്ധരായ അപ്രയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പത്രോസിനും ശിഷ്യന്മാർക്കും കർത്താവ് നൽകിയ തിരുപ്പട്ട ശുശ്രൂഷയാണ് ഈ കാലുകളിൽ. പുരോഹിതന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം അവർക്ക് കർത്താവ് നൽകിയ അഭിഷേകമായിരുന്നു ഈ കാലുകളിൽ. കർത്താവിനോട് ചേർത്ത് പിടിക്കുവാനായിട്ട് ആ ശുശ്രൂഷ അവർക്ക് നല്ലതുപോലെ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് ശിഷ്യന്മാർക്ക് കർത്താവ് നൽകുന്ന അഭിഷേകമാണ് ഈ കാലുകളിൽ നിന്ന് സുറിയാനി സഭയിലെ വലിയ പിതാക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വളരെ വിലപ്പെട്ട അർത്ഥസമ്പുഷ്ടമായ ഒരു ചിന്തയാണ്. അതുപോലെ തന്നെ മറ്റു പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നല്ല കുമ്പസാരം കഴിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ പാദങ്ങൾ കഴുകുകയാണ്. പാപങ്ങൾ കഴുകുന്നതോടൊപ്പം നമ്മൾ കുമ്പസാരം കഴിക്കുമ്പോൾ കർത്താവ് നമ്മളുടെ പാദങ്ങൾ കഴുകുകയാണ്. എന്ന് പറഞ്ഞാൽ പാപമോചന രീതിയിൽ പാപസങ്കീർത്തനം നമ്മൾ സ്വീകരിക്കുന്നത് പോലെ തന്നെയാണ് കാലുകളിൽ മനുഷ്യകുലത്തിന്റെ പൊടിപടലങ്ങൾ, ആത്മാവിലുള്ള കറകൾ കഴുകി കളയുന്ന ഈ ഭൗതിക ലോകവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, ഭൂമിയോട് ബന്ധപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ മോശമാകുന്നത് കാലാണ്. ഭൗതിക ലോകത്തോട് ബന്ധപ്പെടാതെ അവിടെ നിന്ന് നിങ്ങൾ അല്പം ഉയർത്തപ്പെട്ടവരായിട്ട് നിൽക്കണം. അതിനുവേണ്ടിയാണ് ഈ കഴികൾ. നമ്മളിവിടെ പാലാമല്ലിപ്പള്ളിയിൽ രാക്കുളി തിരുനാൾ ആഘോഷമായിട്ട് നമ്മൾ ജനുവരി മാസത്തിൽ നടത്താറുണ്ട്. അതൊരു കഴികലാണ്, ഒരു വെടിപ്പാക്കലാണ്. ഈശോയുടെ മാമോദീസായോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പൗരസ്ത്യ പിതാക്കന്മാരുടെ, സുറിയാനി പിതാക്കന്മാരുടെ മഹർഷി എന്നുപോലും വിശേഷിപ്പിക്കുന്ന അഫ്രാത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് മാമോദീസയാണ്. നമ്മൾ ഒരുപക്ഷെ ആ ഒരു വലിയ വൈദ്യുതത്തോട് ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം ഇവിടെ രാക്കുളി രാത്രിയിൽ നമ്മളുടെ നദിയിലിറങ്ങി മുഴുവനും കഴുകി വെടിപ്പാക്കി നമ്മൾ കയറുമ്പോൾ ഈശോ പാദം കഴുകി വെടിപ്പാക്കിയ ആ ഒരു വലിയ സുവിശേഷ പാരമ്പര്യത്തിലേക്ക് കൂടെ നമ്മെ കൊണ്ടെത്തിക്കുകയാണ്. അപ്പൊ കർത്താവ് ഈ അന്ത്യ നിമിഷങ്ങളിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയപ്പോൾ അത് വെറും ഒരു ബാഹ്യമായ ചടങ്ങല്ല, അത് തിരുപ്പട്ടമാണ്, കുമ്പസാരമാണ്, മാമോദീസയാണ്. ഈശോയുടെ ലോകത്തിലേക്ക് ശിഷ്യന്മാരെ നമ്മെ ഓരോരുത്തരെയും കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യവുമാണ്. അതുകൊണ്ട് അത് വെറും ഒരു പ്രകടനമല്ല, അതൊരു പ്രകാശനമാണ്. ഈശോയുടെ ആ രക്ഷാകര പ്രവൃത്തിയുടെ ഏറ്റവും നല്ല ഒരു പ്രകാശനമാണ്. നാടിതുവരെ ഒരിക്കൽ പോലും ഒരുപക്ഷെ കളങ്കമേശാത്ത ഒരു ശുശ്രൂഷയാണ് ശിഷ്യന്മാരുടെ, സഭാമക്കളുടെ പാദങ്ങൾ കഴുകി ചൂപ്പിക്കുക എന്നത്. നമ്മുടെ സഭയിലെ ആഘോഷമായ രാഷ്ട്രക്രമത്തിൽ അതിലേക്ക് പ്രവേശിക്കുന്ന പകുതി ഭാഗമാകുമ്പോൾ കാർമികൻ 12 പ്രാവശ്യം നിലം ചുംബിക്കുന്നുണ്ട്. അതും സഭയുടെ പിതാക്കന്മാർ പറയുന്നത് കർത്താവ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചതിന്റെ ഒരു പ്രതീകമാണ്. അങ്ങനെ നമ്മൾ സർവ്വപരമായ സഭയിൽപ്പെട്ടവര് നമ്മളുടെ കുർബാനയും നമ്മളുടെ പാരമ്പര്യവും ഒക്കെ വിശദമായിട്ട് പഠിക്കുമ്പോൾ ഈ കാലുകളിൽ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട ധാരാളം നല്ല പൈതൃകങ്ങൾ നമ്മുടെ ആരാധനക്രമത്തിലും എഴുതപ്പെടാത്ത നമ്മളുടെ പാരമ്പര്യങ്ങളിലുമെല്ലാം ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് സഭ നിരന്തരം ആ ശുശ്രൂഷ തുടരുന്നത്. അത് പവിത്രീകരണമാക്കുന്ന, എല്ലാവരെയും ശുദ്ധിയാക്കുന്ന വെടിപ്പുള്ള ഒരു കർമ്മമാണ്. രണ്ടാമത്തേത് അല്ലെങ്കിൽ ഈ കാലുകളിലെ തന്നെ മറ്റൊരു ഇന്റർപ്രിട്ടേഷനാണ്
ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ആ യാഥാർത്ഥ്യമില്ല. ഈശോ ഇന്ന് പെസഹ പഴയ നിയമ പെസഹ ഭക്ഷിക്കുന്ന അതേ മേശയിൽ പൗരോഹിത്യവും പരിശുദ്ധ കുർബാനയും സഭയും എല്ലാം സ്ഥാപിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ നമ്മൾ നിൽക്കുന്നത് മാളിക കൂടിലാണ്. കർത്താവിൻ്റെ കൂട്ടത്തിൽ ഇന്ന് തിരുസഭ മുഴുവനും ആ മാളിക മുകളിൽ നിൽക്കുകയാണ്. കർത്താവ് ബലിയർപ്പിച്ച ആ പരിശുദ്ധമായ അവസ്ഥ നമുക്ക് ഒരു നിമിഷം അവിടെ നിൽക്കുന്ന ആ കർത്താവിനെ ഒന്ന് ധ്യാനിക്കാം. മാളിക മുകളിൽ ശിഷ്യന്മാരോടൊത്ത് നിൽക്കുന്ന കർത്താവ് പരിശുദ്ധവും നിർമ്മലവുമായ കരങ്ങളിൽ അപ്പമെടുത്ത് നിൽക്കുന്ന കർത്താവ്. കർത്താവിൻ്റെ ആ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുകയും കുട്ടികളെ അനുഗ്രഹിക്കുകയും ചെയ്ത ആ കരങ്ങൾ ഇന്ന് സഭയാണ് നിർമ്മലമായി നിൽക്കുന്ന ആ കരങ്ങൾ പുരോഹിതന്മാരുടെ കരങ്ങളാണ്. പുരോഹിത വർഷത്തിൽ നമ്മുടെ പെസഹ ആചരിക്കുമ്പോൾ നിർമ്മലവും പരിശുദ്ധവുമായ കരങ്ങളിൽ അപ്പവുമായിട്ട് നിൽക്കുന്ന ആ കർത്താവ് നമുക്ക് മുന്നോടിയായിട്ട് നിൽക്കുകയാണ്. നാം ഓരോരുത്തരും പുരോഹിതരും അല്ലാത്തവരും നിർമ്മലമായ കരങ്ങളിൽ നമ്മളുടെ ജീവിതമാകുന്ന ആ അപ്പം കർത്താവിന് സമർപ്പിക്കുന്ന ഭക്തി നിർഭരമായ ഒരു കാര്യമാണ്. കുർബാനയുടെ പ്രധാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ ബലിയർപ്പിക്കുവാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. വൈദികരെ മാത്രമല്ല, കാർമ്മികരെ മാത്രമല്ല, നമ്മളെല്ലാവരെയും യോഗ്യരാക്കണമേ. പരിശുദ്ധവും നിർഭരവുമായ കരങ്ങളിൽ സ്വന്തം ശരീരമാകുന്ന അപ്പവുമായിട്ട് നിൽക്കുന്ന ആ കർത്താവിൻ്റെ കൂട്ടത്തിലാണ് ഇന്ന് ഇവിടെ നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ പെസഹ ആചരിക്കുമ്പോൾ നമ്മളും ആയിരിക്കുന്നത്. കർത്താവ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നിൽക്കുകയാണ്. വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ഭക്ഷിച്ച് അവരെ വരികയില്ല. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നിൽക്കുന്ന ആ കർത്താവിനെ അനുകരിക്കേണ്ട ദിവസമാണ് പെസഹയുടെ രാത്രി. വിശുദ്ധ കുർബാന ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. നമ്മുടെ കണ്ണുകൾ ഉയർത്തി, ഹൃദയങ്ങൾ ഉയർത്തി, ഉന്നതങ്ങളിലേക്ക് നോക്കി ലോകവസ്തുക്കളിൽ നിന്ന് ഒരു പിടി ഉയർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഈ ബലിയർപ്പിക്കുവാൻ നമുക്ക് അവകാശമുള്ളൂ. കുഴിമാടങ്ങളിൽ നിന്നുള്ള ഉയർത്തലാണ് അത്. ഭൗമിക ചിന്തകളിൽ നിന്നുള്ള ഉയർത്തലാണ്. മാലിന്യങ്ങളിൽ നിന്നുള്ള കരുതപ്പെടലാണ്. നമ്മുടെ കാഴ്ചകളിൽ പൈശാചിക വരാതിരിക്കുവാൻ, സത്യവും നീതിയും കാണുവാൻ വേണ്ടിയുള്ള ഒരു ഉയർത്തലാണ് അത്. അതാണ് ആ ഉയർത്തലിൻ്റെ അർത്ഥം. കണ്ണുകൾ ഉയർത്തി പിതാവിനെ നോക്കി നിൽക്കുന്ന ഈശോ, അത് നമ്മളുടെ അന്തരാത്മാവിൻ്റെ ഉയർത്തലാണ്. കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുവിൻ. അതാണ് മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി നമ്മൾ നിൽക്കുന്ന അവസ്ഥ. നമ്മെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ഉയർത്തി കാണിക്കുകയാണ്. നമ്മളുടെ മാലിന്യങ്ങളിൽ നിന്ന്, കറകളിൽ നിന്ന് ഒക്കെ വിടുതൽ പ്രാപിക്കണമേ, തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ആ കർത്താവാണ് പരിശുദ്ധമായ കരങ്ങളിൽ, നിർമ്മലമായ കരങ്ങളിൽ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി മാളിക മുകളിൽ നിൽക്കുന്ന ആ കർത്താവ് അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് വാഴ്ത്തി പ്രാർത്ഥിച്ച് ശിഷ്യന്മാർക്ക് നൽകി. എന്നിട്ട് വളരെ പെട്ടെന്ന് കർത്താവ് ഉത്തരവ് നൽകി, ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ തന്നെ ശരീരമാണ്. ഈ അപ്പം എൻ്റെ തന്നെ ശരീരമാണ്.
അത്ര തീവ്രമായിട്ടുള്ള ഒരുക്കം അതിനു വേണ്ടിയായിരുന്നു. മറ്റേതോ വസ്തുക്കൾ കൊണ്ടുവന്ന് ഒരു കാഴ്ച സമർപ്പിച്ച് പിതാവിനെ സമർപ്പിച്ചിട്ട് പോവുകയല്ലായിരുന്നു. തൻ്റെ തന്നെ ശരീരം, ഈശോയുടെ ശരീരം നമുക്ക് ഭക്ഷണമായിട്ട് നൽകുകയായിരുന്നു. അഗസ്തീനോസ് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം നമ്മുടെ ശരീരത്തോട് ചേരുകയാണെങ്കിൽ ഈ അപ്പം ഭക്ഷിക്കുമ്പോൾ നമ്മൾ ആ അപ്പത്തോട് ചേരുകയാണ്, ഈശോയോട് ചേർക്കപ്പെടുകയാണ്. പരിശുദ്ധ പിതാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വേൾഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ലോകത്തോട് ചേർക്കപ്പെടുകയാണ്. മാളിക മുകളിൽ നിൽക്കുന്ന കർത്താവിന്റെ ഹൃദയ വിചാരങ്ങൾ നമ്മൾ സ്വന്തമാക്കി വെളിയർപ്പിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ലോകത്തോട് ബന്ധപ്പെടുകയാണ്. അതാണ് ഇന്നത്തെ ഈ ആചരണത്തിന്റെ, ഈ അനുസ്മരണത്തിന്റെ എല്ലാ അർത്ഥം. കർത്താവ് തിരുരക്തം പാനപാത്രമെടുത്ത് പ്രാർത്ഥിച്ച് നൽകിക്കൊണ്ട് പറഞ്ഞല്ലോ, ഈ പാനപാത്രം എൻ്റെ രക്തം കൊണ്ടുള്ള പുതിയ ഉടമ്പടിയാണ്. ശരീരത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ പുതിയ ഉടമ്പടി, നോവും ടെസ്റ്റമെന്റും, പുത്തനായിട്ടുള്ള ഒരു ഉടമ്പടി ഇതുവഴി ഇന്ന് ഈ മാളികയോടിൽ ഞാൻ സ്ഥാപിക്കുകയാണ്. അതാണ് പൗലോസ് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് നൽകിയത്. കൊറിന്തോസുകാരുടെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ടല്ലോ, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് എന്ന് പറഞ്ഞ അന്ത്യസ്ഥാനത്തിന്റെ വിവരണം പറയുകയാണ്. കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതും ഇതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കർത്താവിന്റെ വ്യക്തിത്വത്തിന്റെ സവിശേഷതയും ഈശോ തന്നെയാകുന്ന അപ്പവും വീഞ്ഞും ശരീരവും രക്തവും നമുക്ക് നൽകുന്നതുമായ കാഴ്ച വീണ്ടും പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ രണ്ടാമത്തെ ആഗമനം വരെ പ്രഘോഷിക്കുകയാണ്. അതാണ് ഈ പരിശുദ്ധ കുർബാനയുടെ പ്രത്യേകത. ഓരോ ബലിയർപ്പണത്തിലും ഇത് നമ്മൾ ആഘോഷിക്കുമ്പോൾ, ഈ ഓർമ്മ നമ്മൾ പരിരക്ഷിക്കുമ്പോൾ കർത്താവിന്റെ മരണം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമ്മളുടെ അന്ത്യത്തിലേക്ക്, ഈശോയുടെ രണ്ടാമത്തെ വരവിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കുകയാണ്. ആ കാര്യമാണ് ഈ പെസഹായില്, പുതിയ പെസഹായില് കർത്താവ് നമുക്ക് നൽകിയത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞതൊന്നുകൂടി ആവർത്തിക്കുന്നു. നമ്മളെല്ലാവരും മാളിക മുകളിലാണ്, കർത്താവിന്റെ കൂട്ടത്തിലാണ്. കർത്താവ് അന്ത്യത്താരം കഴിച്ച മട്ടുപ്പാവിലാണ്. ഇതാണ് യഥാർത്ഥ ബലിപീഠവും മധുരധാരവും. ഈശോ ശിഷ്യന്മാരോടൊത്ത് ആദ്യം അർപ്പിച്ച ആ മാളികകളാണ് യഥാർത്ഥ മധുരധാരം, യഥാർത്ഥ ബലിപീഠം, യഥാർത്ഥ ദൈവാലയം. പരിശുദ്ധനായ അപ്രേമയുടെ വാക്കുകൾ, നിന്നിലാണ് ആദ്യമായി ആ അപ്പം മുറിക്കപ്പെട്ടത്. എന്തെന്നാൽ അവന്റെ ബലി വഴി നീ അവന്റെ സഭയിലെ പ്രഥമ മധുരധാരമായി മാറി. എത്രയോ മനോഹരമായ വാക്കുകളാണ്. അവന്റെ ബലി വഴി നീ അവന്റെ സഭയിലെ പ്രഥമ മധുരധാരമായി മാറി. ഈ പെസഹായില് അവന്റെ പ്രഥമ മധുരനായി നമ്മൾ നിൽക്കുന്നതിൻ്റെ പ്രതീകാത്മകമായ ഒരു ആചാരമാണ്, ആഘോഷമാണ് നമ്മളുടെ ഈ ബലിയർപ്പണവും ഈ പെസഹ ആചരണവും. കാലുകൾ കഴുകി വിനയത്തിൻ്റെ മാതൃക, അതായത് കഴുകപ്പെടുമ്പോൾ മാത്രമേ നീ എന്റേതാകുന്നുള്ളൂ എന്നുള്ള ആ വലിയ സത്യം നൽകുവാൻ വേണ്ടി മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത കർത്താവിൻ്റെ രക്ഷാകരമായ ആ രഹസ്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുകയും ആഘോഷിക്കുകയും മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അത് പുതിയ ഉണർവിനും നമ്മളുടെ മനസ്സിൻ്റെ ശുദ്ധമായ നിലപാടുകൾക്കും എല്ലാം കാരണമാകട്ടെ.
പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും വിശുദ്ധ അൽഫോൻസാമയ്ക്കും പാട്ടപ്പെട്ട കുഞ്ഞച്ചനും സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസിപ്പിക്കുന്നു.